അൽ ഹയാ, ലജ്ജയുടെ മൂല്യച്യുതിയാണിത്. നൈസർഗികമായി, പ്രകൃതിപരമായി, പാരമ്പര്യമായി മുസ്ലിം ഉമ്മത്ത് യുഗയുഗങ്ങളായി കാലഘട്ടങ്ങളിലൂടെ വരും തലമുറക്ക്, ഭാവി തലമുറക്ക് പകർന്നു നൽകിയ ഈ മഹത്തായ സ്വഭാവ ഗുണം അതിന് അന്യം നിന്നിരിക്കുന്നു, മരിച്ചുപോയിരിക്കുന്നു, കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇന്നത്തെ ട്രെയിനിലെ കാഴ്ചകൾ? സുബ്ഹാനല്ലാഹ്, ട്രെയിനിൽ യാത്ര ചെയ്യാൻ വയ്യ. ജനറൽ കമ്പാർട്ട്മെന്റിലൊന്നും വീട്ടിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുകയാണ് പെൺകുട്ടികളെ. മേക്കപ്പ് ഇട്ട്, ലിപ്സ്റ്റിക് ഇട്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളുമായി ഒരു അന്യതാബോധവും ഇല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യോ, എങ്ങനെ അടുത്തിടപെടും, പബ്ലിക് സ്പേസിൽ ആളുകൾ യാത്ര ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു മറയുമില്ലാതെ ഇടപഴകാൻ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽ ഹയാ, ലജ്ജയുടെ മൂല്യച്യുതിയാണിത്. നൈസർഗികമായി, പ്രകൃതിപരമായി, പാരമ്പര്യമായി മുസ്ലിം ഉമ്മത്ത് യുഗയുഗങ്ങളായി കാലഘട്ടങ്ങളിലൂടെ വരും തലമുറക്ക്, ഭാവി തലമുറക്ക് പകർന്നു നൽകിയ ഈ മഹത്തായ സ്വഭാവ ഗുണം അതിന് അന്യം നിന്നിരിക്കുന്നു, മരിച്ചുപോയിരിക്കുന്നു, കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ലജ്ജ ലഭിച്ചില്ലെങ്കിൽ പിന്നെ അത് ലഭിക്കാനുള്ള വഴി എന്താണ്? അതിന്ന് വളരെ കുറവാണ്. പ്രകൃതിപരമായി തന്നെ ജനിക്കുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ഇങ്ങനെ കൈമാറി വന്ന ലജ്ജയുടെ പാഠങ്ങൾ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. ഈ വിഷയം ഒരു ഭംഗിക്ക് ചർച്ച ചെയ്യുന്നതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ വിഷയമാണ്. ലജ്ജ എന്നത് ഈമാനാണ്. എത്ര ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിൽ നിന്ന് വേർപെടാൻ പറ്റാത്ത മൂല്യമാണ്. സ്വർഗത്തിലേക്ക് നയിക്കുന്ന മഹത്തായ ഗുണമാണ്. ഈമാനിന്റെ സുപ്രധാനമായ ശാഖയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് നിസ്സാരകാരിയാണോ? ലജ്ജ എന്ന് പറഞ്ഞാൽ അത് മാനുഷികമാണ്. ലജ്ജയില്ലാത്തത് മൃഗീയമാണ്. അതുകൊണ്ട് തന്നെ ഈ ലജ്ജയില്ലാത്തവർ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന വൃത്തികേടുകൾ പരസ്യമായി പബ്ലിക്കിൽ ചെയ്യാൻ മടിക്കൂല. കാണുന്നില്ലേ, നമ്മൾ കേൾക്കുന്നില്ലേ, വായിക്കുന്നില്ലേ? മൃഗങ്ങളെപ്പോലും, നാൽക്കാലികളെപ്പോലും നാണിപ്പിക്കുന്ന വൃത്തികേടുകൾ അത് പറയാനും, അത് പ്രചരിപ്പിക്കാനും, അതിലേക്ക് ആളുകളെ പ്രൊമോട്ട് ചെയ്യാനും, അത് പരസ്യമായി പ്രകടിപ്പിക്കാനും ഇന്നത്തെ കാലത്തെ ഇതിന്റെ വക്താക്കൾക്ക് ഒരു മടിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ന്യൂജൻ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് കാണിക്കുന്ന വലിയ നിശ്ചയത്തായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉപകാരം നൽകുമാറാകട്ടെ.